2004 ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിലേക്ക് വണ്ടി പിടിക്കുന്നത് ഏകദിന ടെസ്റ്റ് സീരീസുകൾക്കായാണ്. ഇൻസമാം ഉൽ ഹക്ക്, യൂനുസ് ഖാൻ, യൂസഫ് യൊഹാന, ഷാഹിദ് അഫ്രീദി, ഷൊയ്ബ് അക്തർ, സഖ്ലൈൻ മുസ്താഖ്, മൊയ്ൻ ഖാൻ, ഷൊയ്ബ് മാലിക്, മുഹമ്മദ് സമി, അബ്ദുൾ റസാഖ്, ഡാനിഷ് കനേരിയ തുടങ്ങിയ വൻ പേരുകാരുടെ സംഘമാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത്. ഉമർ ഗുൽ, മിസ്ബാ ഉൽ ഹക്ക്, ഇമ്രാൻ ഫർഫത്ത്, യാസിർ ഹമീദ്, റാണ നവേദുൽ ഹസൻ തുടങ്ങിയ യുവരക്തങ്ങളും സ്ക്വാഡിലുണ്ട്. അന്ന് പാകിസ്ഥാൻ്റെ കോച്ച് അവരുടെ എക്കാലത്തെയും വലിയ കളിക്കാരിൽ ഒരാളായ ജാവേദ് മിയാൻദാദാണ്. പരമ്പരയ്ക്ക് തൊട്ടു മുന്നേ അതിപ്രകോപനപരമായ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി. അത് ഇന്ത്യൻ ടീമിലെ ഒരു ബൗളറെ കുറിച്ചായിരുന്നു. ഇയാളെപ്പോലെ പന്തെറിയുന്ന പിള്ളേര് പാകിസ്ഥാൻ തെരുവുകളുടെ മുക്കിലും മൂലയിലും ഒരുപാടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിൽ അക്കാലം വരെ ഉണ്ടായ ബൗളർമാരെ പരിഗണിച്ചാൽ ഏറ്റവും മികവുറ്റ പേസർമാരിൽ ഒരാളെന്ന് ഇന്ത്യൻ ആരാധകർ പ്രതിഷ്ഠിച്ചവനെയാണ് മിയാൻദാദ് നിസാരമായി കളിയാക്കിയത്. 3 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര 2-1 5 മത്സര ഏകദിന പരമ്പര 3-2 വിജയിച്ച് ഇന്ത്യ പര്യടനം അവസാനിപ്പിക്കുമ്പോൾ വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ ടെസ്റ്റിൽ 2-ാം സ്ഥാനത്തും ഏകദിനത്തിൽ 3-ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്താണ് അയാൾ മിയാൻദാദിന് മറുപടി പറഞ്ഞത്. വിജയ് ഹസാരെ, ചന്തു ബോഡെ, മൊഹിന്ദർ അമർനാഥ് എന്നിവരെ പോലെയുള്ള മഹാരഥരെ ഇന്ത്യൻ ക്രിക്കറ്റിന് സമ്മാനിച്ച ബറോഡയിൽ നിന്ന് സഹീർ ഖാന് ശേഷം കടന്നു വന്ന ആ ഇടം കയ്യം പേസറെ നമുക്കറിയും. ദ വൺ ആൻഡ് ഓൺലി ഇർഫാൻ പഠാൻ. കപിൽ ദേവിന് ശേഷം ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ എന്ന ടാഗാണ് ഇർഫാൻ ഉണ്ടായിരുന്നത്. പന്തിനെ ഇരുവശത്തേക്കും സ്വിങ് ചെയ്യുന്നതിൽ പഠാൻ പുലർത്തിയ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് അയാളെ കൂടുതൽ അക്രമകാരിയാക്കി. ടോപ്പ് ഓർഡറിൽ വരെ വിശ്വസിച്ചിറക്കാവുന്ന തരം ബാറ്റിംഗ് മികവ് അയാളെ ഒരു യൂട്ടിലിറ്റി പ്ലെയറാക്കി. ഇർഫാൻ പഠാൻ എന്ന പേര് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച സകല ചർച്ചകളിലും ഉള്ളടക്കമായി. പക്ഷേ കരിയറിൻ്റെ ആദ്യഘട്ടത്തിലെ മാജിക് നിലനിർത്താൻ ഇർഫാന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ലോസ്റ്റ് ടാലൻറ്റുകളുടെ കണക്കെടുത്താൽ ആ പട്ടികയിലും ഇർഫാൻ മുന്നിലുണ്ടാവും. 2003 ഇർഫാൻ്റെ ടെസ്റ്റ് അരങ്ങേറ്റം. 2003 ഡിസംബറിൽ ഓസീസ് മണ്ണിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ 2-ാം മത്സരത്തിൽ. ശേഷം നടന്ന BB സീരീസ് കളിച്ചുകൊണ്ട് ഏകദിനത്തിലും ഇർഫാൻ അരങ്ങേറി. ഇന്ത്യ, ഓസ്ട്രേലിയ, സിംബാബ്വെ എന്നിവരുൾപ്പെട്ട ത്രിരാഷ്ട്ര ടൂർണമെൻറ്റിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയതും ഇർഫാനായിരുന്നു. പാകിസ്ഥാൻ ഇർഫാന് പ്രിയപ്പെട്ട എതിരാളികളായിരുന്നു. 2004 ആരംഭിച്ച ആ പോരാട്ടം ഇർഫാൻ വേറെ ലെവലിൽ എത്തിച്ച പരമ്പരയായിരുന്നു 2006 2004 സ്വന്തം മണ്ണിൽ ഇന്ത്യയോട് ടെസ്റ്റ് ഏകദിന പരമ്പരകൾ അടിയറവ് പറഞ്ഞ പാകിസ്ഥാന് പകരം വീട്ടിയേ തീരൂ. 3 മത്സര ടെസ്റ്റ് പരമ്പരയാണ്. ആദ്യ 2 ടെസ്റ്റുകളും സമനില. 3-ാം ടെസ്റ്റ് കറാച്ചിയിലാണ്. യൂനുസ് ഖാൻ, മുഹമ്മദ് യൂസഫ്, അക്തർ, അബ്ദുൾ റസാഖ്, അഫ്രീദി, കനേരിയ, ഇമ്രാൻ ഫർഫത്ത് തുടങ്ങിയ കരുത്തുറ്റ നിരയാണ് പാകിസ്ഥാൻ. മുഹമ്മദ് ആസിഫ്, സൽമാൻ ഭട്ട്, കമ്രാൻ അക്മൽ തുടങ്ങിയ യുവനിരയും ഒരുങ്ങി തന്നെയാണ്. ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ആദ്യ ഓവർ എറിയുന്നത് പഠാൻ, സ്ട്രൈക്കിൽ സൽമാൻ ഭട്ട്. ആദ്യ പന്ത് വിക്കറ്റിന് നേരെ ഒരു ഫുൾ ലെങ്ത് ഡെലിവറി സൽമാൻ്റെ ബാറ്റിൽ. 2ഉം 3ഉം പന്തുകൾ 5th സ്റ്റംപ് ലൈനിൽ ഓഫിൽ 2 ഔട്ട്സ്വിംഗ് ഡെലിവറീസ്. സൽമാൻ 2 പന്തുകളും ഒഴിവാക്കി. ക്ലാസിക്കൽ ടെസ്റ്റ് ബാറ്റിങ്ങിൻ്റെ താളവും വേഗവും പന്ത് ഡിഫെൻഡ് ചെയ്യുന്നതിലും ഒഴിവാക്കുന്നതിലുമാണ്. ലൂസ് ബോളുകളിൽ മാത്രം റൺസ് നേടുക. സൽമാൻ ഭട്ട് ആ സ്ട്രാറ്റജിയാണ് തുടരുന്നത്. ആദ്യ 3 പന്തുകളിൽ റൺസില്ല. ഒരു സ്ട്രോക്കിന് പോലും സൽമാൻ മുതിർന്നില്ല. പഠാൻ്റെ പന്തുകൾ വേഗത കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന സമയമാണ്. പരമ്പരയിലെ 2-ാം ടെസ്റ്റിൽ പഠാൻ പരാജയപ്പെട്ടതും വേഗമില്ലാത്ത പന്തുകൾ കാരണമാണ്. ഇന്നിങ്സിലെ 4-ാം പന്ത് വരുന്നു. ലൈൻ ചെറുതായൊന്ന് മാറ്റി ഗുഡ് ലെങ്തിൽ മറ്റൊരു ഔട്ട്സ്വിങ്ങർ. ബാറ്റ് വെച്ച ഭട്ടിന് പിഴയ്ക്കുന്നു. ഒരു ഔട്ട്സൈഡ് എഡ്ജ്. പന്ത് ഫസ്റ്റ് സ്ലിപ്പിൽ നിന്ന ദ്രാവിഡിൻ്റെ കൈകളിലേക്ക്. സൽമാൻ ഭട്ട് ഡക്ക്. വൺ ഡൗണായി വരുന്നത് ക്യാപ്റ്റൻ യൂനുസ് ഖാൻ. അടുത്ത പന്തിൽ യൂനുസിന് കിട്ടുന്നത് ഒരു ഇൻസ്വിങ്ങർ. ഒരു കവർ ഡ്രൈവിന് ശ്രമിച്ച യൂനുസിന് പിഴയ്ക്കുന്നു. പന്ത് വീഴുന്നത് പാഡിൽ. LBW അപ്പീൽ. അമ്പയർ സൈമൺ ടോഫലിന് അധികം ചിന്തിക്കേണ്ടി വന്നില്ല. അത്രയും ക്രിസ്പായ ഒരു പന്ത്. യൂനുസ് ഗോൾഡൻ ഡക്ക്. മുഹമ്മദ് യൂസഫ് എന്ന പാകിസ്ഥാൻ്റെ വിശ്വസ്തനാണ് 4-ാം നമ്പറിലെത്തുന്നത്. കരിയറിൽ 50-ന് മുകളിലാണ് യൂസഫിൻ്റെ ശരാശരി. ഓവറിലെ അവസാന പന്ത് സ്ലിപ്പിലും ഗള്ളിയിലും ഷോട്ടിലുമായി
6 ഫീൽഡർമാർ അണിനിരന്നു. അങ്ങനെ ഒരു ഫീൽഡിന് ഉതകും വിധം ഓഫ് സൈഡിൽ ഒരു പന്ത് ആരായാലും പ്രതീക്ഷിക്കും. പക്ഷേ യൂസഫിനെ കാത്തിരുന്നത് ഒരു ഇൻസിംഗറാണ്. ക്ലീൻ ബൗൾഡ്. വക്കീൽ യൂസഫിൻ്റെ ഹൃദ്രക്തം പകർന്ന ആ പന്തിനെ കാൽപ്പനികരായ ക്രിക്കറ്റ് പ്രേമികൾ കവിത എന്ന് വാഴ്ത്തി. മത്സരം ഇന്ത്യ പരാജയപ്പെട്ടെങ്കിലും ഇർഫാൻ പഠാൻ ലോക ക്രിക്കറ്റിൻ്റെ ലൈം ലൈറ്റിലേക്ക് വന്നു. കരിയറിലെ മറ്റൊരു പാകിസ്ഥാൻ മൊമെൻ്റ് വരുന്നത് 2007-ലാണ്. ആദ്യ T20 ലോകകപ്പ് ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്നു. ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ മുഹമ്മദ് ആസിഫിൻ്റെ അത്യുഗ്രൻ സ്പെല്ലിന് മുന്നിൽ തകർന്നു. 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ നേടുന്നത് 141 റൺസ്. ഉത്തപ്പയ്ക്കും ധോണിക്കും ശേഷം ഇന്ത്യൻ ബോർഡിൽ ഏറ്റവും അധികം റൺസ് കണ്ടെത്തിയ താരം ഇർഫാനാണ്. ശേഷം പാകിസ്ഥാൻ ചേസിങ്ങിനെ വരുതിയിലാക്കുന്ന വിരുദും ഇർഫാൻ ഡെലിവർ ചെയ്തു. ഇന്ത്യയുടെ ഏറ്റവും എക്കണോമിക് ആൻഡ് സക്സസ്ഫുൾ ബൗളർ. 4 ഓവറിൽ ഒരു മെയ്ഡൻ ഉൾപ്പെടെ 20 റൺസിന് 2 വിക്കറ്റ്. സമനിലയിലേക്കും ബോൾ ഔട്ടിലേക്കും ഒടുവിൽ ഇന്ത്യൻ വിജയത്തിലേക്കും കലാശിച്ച മത്സരത്തിൽ ഇന്ത്യയുടെ സൂപ്പർ ഹീറോ മറ്റാരുമായിരുന്നില്ല. ഇർഫാൻ്റെ ഏറ്റവും അണ്ടർ സെലിബ്രേറ്റഡ് പ്രകടനങ്ങളിലൊന്ന്. മുഹമ്മദ് ആസിഫ് മത്സരത്തിൻ്റെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ കണക്കുകൾ നോക്കി കളി പറയുന്നവരുടെ ശ്രദ്ധയിൽ ഇർഫാൻ്റെ പ്രകടനം വന്നില്ല. അതേ ടൂർണമെൻറ്റിൽ ഒരിക്കൽ കൂടി ഇന്ത്യ പാകിസ്ഥാനോട് കൊമ്പ് കോർക്കുന്നുണ്ട്. ടൂർണമെൻറ്റ് ഫൈനലിൽ ഗംഭീറിൻ്റെയും രോഹിത് ശർമ്മയുടെയും ഇന്നിങ്സുകളുടെ ബലത്തിൽ ഇന്ത്യ നേടിയ 157 റൺസിനുള്ള പാകിസ്ഥാൻ്റെ മറുപടി 152 അവസാനിച്ചപ്പോൾ 4 ഓവറിൽ 16 റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഇർഫാൻ നേടിയത് 3 വിക്കറ്റുകൾ. ഒപ്പം ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരവും. ഇതിലും മനോഹരമായി എങ്ങനെയാണ് ഒരാൾക്ക് പകരം വീട്ടാൻ കഴിയുക? അതേ വർഷം തന്നെ ഇർഫാൻ പാകിസ്ഥാനോട് മുഖാമുഖം നിന്ന മറ്റൊരു സന്ദർഭമുണ്ട്. പാകിസ്ഥാനെതിരെ 3 മത്സര ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിട്ട് നിൽക്കുന്നു. അവസാന ടെസ്റ്റ് ബാംഗ്ലൂർ ചിന്നസ്വാമിയിൽ 61 റൺസിൽ ഇന്ത്യക്ക് 4 വിക്കറ്റ് നഷ്ടം. പിന്നെ വരുന്നത് യുവരാജിൻ്റെയും ഗാംഗുലിയുടെയും കരിയർ ബെസ്റ്റ് ഇന്നിങ്സുകളാണ്. യുവരാജ് 169 റൺസും ഗാംഗുലി 239 റൺസും കണ്ടെത്തിയ മത്സരത്തിലാണ് പഠാൻ തൻ്റെ ടെസ്റ്റ് കരിയറിലെ ഒരേ ഒരു സെഞ്ചുറി കണ്ടെത്തുന്നത്. 8-ാമനായി ഇറങ്ങി 10-ാമനായി പുറത്താകുമ്പോൾ 133 പന്തിൽ 10 ഫോറും 4 സിക്സും ഉൾപ്പെടെ 102 റൺസാണ് പഠാൻ നേടിയത്. ഇർഫാൻ്റെ കരിയർ കയറ്റിറക്കങ്ങളുടേതായിരുന്നു. കളത്തിനകത്തും പുറത്തും അതിന് മാറ്റമില്ല. ബോൾ സ്വിംഗ് ചെയ്യിക്കുന്നതിലുള്ള അനായാസതയിൽ വസീം അക്രത്തോടും ഓൾറൗണ്ട് മികവിൽ സാക്ഷാൽ കപിൽ ദേവിനോടും താരതമ്യം ചെയ്യപ്പെട്ട കളിമികവ് അധികകാലം നീണ്ടില്ല. ആദ്യ IPL ലേലത്തിൽ കിങ്സ് 11 പഞ്ചാബാണ് ഇർഫാനെ വിളിച്ചെടുക്കുന്നത്. 15 വിക്കറ്റുകൾ നേടിയ ഇർഫാൻ ശ്രീശാന്തിനും പീയൂഷ് ചൗളയ്ക്കും ശേഷം ഏറ്റവും അധികം വിക്കറ്റ് നേടിയ പഞ്ചാബ് ബൗളറായി സീസൺ പൂർത്തിയാക്കി. ഈ പ്രകടനങ്ങൾ പഞ്ചാബിനെ സെമിയിലേക്ക് നയിച്ചു. എന്നാൽ ശേഷം വന്ന സീസണുകളിലൊന്നും തൻ്റെ പ്രതിഭയോട് നീതി പുലർത്തുന്ന പ്രകടനം ഇർഫാനിൽ നിന്നുണ്ടായില്ല. ഗ്രെഗ് ചാപ്പൽ ഇന്ത്യൻ കോച്ചായി വന്ന കാലത്ത് ഇർഫാൻ ബാറ്റിങ്ങിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ ആരംഭിച്ചു. ബാറ്റിങ്ങിൽ ടോപ്പ് ഓർഡറിലേക്ക് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. ബാറ്റിംഗ് മെച്ചപ്പെട്ടുവെങ്കിലും ഒരു പ്രോപ്പർ ബൗളർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം ശരാശരി മാത്രമായി. ഇർഫാനെപ്പോലെ ഒരു ബാറ്ററെ ഇന്ത്യക്ക് അത്രയൊന്നും ആവശ്യമില്ലാത്ത കാലമാണ്. ബൗളിംഗ് മോശമായതോടെ ടീമിന് പുറത്ത്. പിന്നീടുള്ള മടങ്ങി വരവിലാണ് പാകിസ്ഥാനിലെ ഹാട്രിക്. അതിനുശേഷം ഫോം ഔട്ട് വീണ്ടും പുറത്ത്. പിന്നെ എത്തുന്നത് 2007 T20 ലോകകപ്പിലാണ്. മികച്ച പ്രകടനത്തിന് ശേഷം ഫോം ഔട്ട്. തുടർന്നുള്ള വരവിൽ ഇർഫാൻ കുറച്ച് മികച്ച ബാറ്റിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. 2009 കൊളംബോയിൽ ലങ്കയ്ക്കെതിരായ T20-യിൽ 172 റൺസ് പിന്തുടർന്ന ഇന്ത്യൻ മുൻനിര തകർന്ന ഒരു മത്സരം മറക്കാത്ത ക്രിക്കറ്റ് പ്രേമികൾ കുറവായിരിക്കും. 15.1 ഓവറിൽ 115 റൺസിന് ഇന്ത്യയുടെ പേര് കേട്ട ഹിറ്റർമാരെല്ലാം കൂടാരം കയറി. 29 പന്തിൽ 57 റൺസ് വിജയലക്ഷ്യം. ഈ ടാസ്ക് പിന്നീട് ഏറ്റെടുക്കുന്നത് സഹോദരനായ യൂസഫിനൊപ്പം ചേരുന്ന ഇർഫാനാണ്. ഇന്ത്യൻ വിജയം പൂർത്തിയാക്കി കളി അവസാനിപ്പിക്കുമ്പോൾ ഇർഫാൻ്റെ സംഭാവന 16 പന്തിൽ 2 വീതം സിക്സറുകളും 4കളും അടക്കം 33 റൺസ്. പരിക്കും ഫോം നഷ്ടവും കാരണം ഇർഫാൻ ടീമിനകത്ത് വന്നും പോയുമിരുന്നു. കളി അവസാനിപ്പിക്കുന്നത് വരെ അത് തുടരുകയും ചെയ്തു. പണ്ടൊരിക്കൽ 2003 അണ്ടർ-19 ഏകദിന ഏഷ്യ കപ്പിൽ ബംഗ്ലാദേശിനെ തകർത്ത് കളഞ്ഞ ഒരു ഇർഫാൻ ഉണ്ടായിരുന്നു.
223 റൺസ് മാത്രം ടോട്ടൽ കണ്ടെത്തിയ ഇന്ത്യൻ ബാറ്റിങ്ങിൽ 31 പന്തിൽ 34 റൺസ് എന്ന വിലപ്പെട്ട സംഭാവന. സ്കോർ പിന്തുടർന്ന ബംഗ്ലാദേശ് ഓൾ ഔട്ട് ആവുന്നത് 15-ാം ഓവർ. ഒരൊറ്റ സ്പെല്ലിൽ 7.5 ഓവറിൽ 16 റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഇർഫാൻ നേടുന്നത് 9 വിക്കറ്റുകൾ. ഇർഫാനെ അതേ ഫോമിൽ അവസാനമായി കണ്ടത് 2012-ൽ ഇന്ത്യയുടെ ലങ്കൻ പര്യടനത്തിലെ അവസാന ഏകദിനത്തിലാണ്. ബാറ്റിങ്ങിൽ 28 പന്തിൽ 29 നോട്ട് ഔട്ട്, ബൗളിങ്ങിൽ 61 റൺസ് വഴങ്ങി 5 വിക്കറ്റ്, മാൻ ഓഫ് ദ മാച്ച്. ദൗർഭാഗ്യവശാൽ അത് അയാളുടെ അവസാന ഏകദിന മത്സരമായിരുന്നു. 2003 മുതൽ 2019-ൽ വിരമിക്കൽ പ്രഖ്യാപിക്കും വരെയുള്ള 16 വർഷ കരിയറിൽ ആകെ 120 ഏകദിനങ്ങളും 29 ടെസ്റ്റുകളും 24 T20 മത്സരങ്ങളും മാത്രമേ അയാൾ ഇന്ത്യക്കായി കളിച്ചിട്ടുള്ളൂ എന്ന വസ്തുത ഇന്ത്യൻ ക്രിക്കറ്റിന് അയാളുടെ കളി ആസ്വദിച്ച് കണ്ടിരുന്ന, അയാളെ ആരാധിച്ചിരുന്ന മനുഷ്യർക്ക് തെല്ലൊരു ഞെട്ടലോടെ അല്ലാതെ ഉൾക്കൊള്ളാനാവില്ല. വിരമിച്ച ശേഷം കമൻ്ററി പറഞ്ഞു, ലെജൻഡ്സ് ലീഗുകളിൽ കളിച്ചും ഇർഫാൻ മുന്നോട്ട് പോയി. പക്ഷേ വിവാദങ്ങളും വിഷാദങ്ങളും ഇർഫാനെ വിട്ടൊഴിഞ്ഞതേയില്ല. വിരാട് കോഹ്ലിയെ അധിക്ഷേപിച്ച ഓസ്ട്രേലിയൻ മീഡിയ മുതൽ 2022 T20 ലോകകപ്പിൽ പാകിസ്ഥാനോട് പരാജയപ്പെട്ടപ്പോൾ ഇന്ത്യൻ ടീമിനെ കളിയാക്കിയ പാക് പ്രധാനമന്ത്രി വരെ ഇർഫാന്റെ വാക്കുകളുടെ ചൂടറിഞ്ഞു. ഇന്ത്യയെ അത്രയേറെ പ്രതിരോധിച്ച, ചേർത്ത് പിടിച്ച ഇർഫാൻ സംഘം ചേർന്ന് ആക്രമിക്കപ്പെട്ടത് പക്ഷേ ഇന്ത്യയിലാണ്. സമകാല ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഇർഫാനും നേരിട്ടു. 2022-ൽ ജഹാംഗീർപൂരിൽ സുപ്രീം കോടതി സ്റ്റേ പോലും മാനിക്കാതെ ജഹാംഗീർപൂർ പള്ളിയുടെ ഭാഗമടക്കമുള്ള മുസ്ലിങ്ങളുടെ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി മുന്നോട്ട് പോയ സംഘപരിവാർ പ്രവൃത്തിയിൽ ഇർഫാൻ പ്രതികരിച്ചു, നിർഭയ നിലപാടെടുത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ട്വീറ്റ് ചെയ്ത് ഈ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് ഇർഫാൻ സംസാരിച്ചു. ഇത് സംഘപരിവാരത്തെ ചൊടിപ്പിച്ചു. അമിത് മിശ്ര ഉൾപ്പെടെയുള്ള മുൻതാരങ്ങൾ രംഗത്തെത്തി. ഇർഫാന്റെ സോഷ്യൽ മീഡിയ വാളുകളിൽ തെറിവിളികളും കൊലവിളികളും അരങ്ങേറി. ഇർഫാൻ പഠാൻ എന്ന അഭിമാനിയായ ഇന്ത്യക്കാരൻ വെറും മുസ്ലിം മാത്രമായി. കളിക്കളം വിട്ടൊഴിഞ്ഞെങ്കിലും തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു പോരാളി ഇന്നും ഇർഫാന്റെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട്. കളിക്കളം തന്ന പേരും പ്രശസ്തിയും പണവും തൻ്റെ അഭിമാനം പണയം വെക്കാനുള്ള ന്യായമല്ല എന്ന് തൻ്റെ സഹകളിക്കാരെ ഇർഫാൻ ജീവിതം കൊണ്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കളിക്കാരൻ ഒരു സമൂഹജീവിയാണ് എന്ന് ഇർഫാൻ നിരന്തരം തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇർഫാൻ ജീവിച്ചിരിക്കുന്നുണ്ട്.